എന്താ വാപ്പു ഇവിടെ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണ്? വല്ല കൂർക്കന്മാരും പിടിച്ചോണ്ടോട്ടാ. ഭയങ്കര കാടാണ് ഇവിടെ. വലിയ കൂർക്കന്മാരടിന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്നെ പിടിച്ചിട്ടില്ല. അതൊക്കെ കൂർക്കൻ കുട്ടികളാവും, കൂർക്കന്മാരാവൂല. അത് പോട്ടെ, ഇജ്ജ് ഓടുന്ന വരണേ മനസ്സിലായില്ല. ഞാൻ മരുമക്കൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ്. നമ്മളെന്നെ കൊടുന്നു കൊടുക്കണല്ലോ. മക്കളെ കൊണ്ട് പെണ്ണടിച്ചാലേ കാര്യക്കാര് മരുമക്കളായി. പിന്നെ നമ്മൾ പുറത്തു പോയി. എനിക്ക് 3 മരക്കളാണ്. ഇന്ന പോലും പൊന്നു പോലെയാണ് നോക്കണത്. ഇജ്ജ് ഭാഗ്യവാനാണോടോ. ഇന്റെ മരക്കള് തിന്നാനും തരില്ല, തുണിയും കുപ്പായി അത് തിരുമ്പി തരൂല്ല. അതൊരു വലിയ കഥ. അത് പറയാതിരിക്കാൻ നല്ലത്. എന്താ വാപ്പോ എന്റെ മരക്കൊക്കെ എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ കണ്ടത് പറയും. നിന്റെ മരക്കൊക്കെ അത് പറ്റില്ല. കണ്ടത് പറഞ്ഞാൽ കഞ്ഞില്ല എന്നാണ് കാരണന്മാരെ ചെല്ല്. എന്റെ ആമക്കളോട് പറഞ്ഞൂടാ എനിക്ക് വാപ്പോ? മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓലക്ക ഒന്നാ. എന്റെ മരുമക്കളെ കൈകൊണ്ട് വെള്ളം കെട്ടിയിട്ട് ഇജ്ജി മരിച്ചൂല. അത് ആലോചിക്കുമ്പോഴാണ് ഇന്റെ വിഷമം. ഏതായാലും അഡ്വാൻസ് ആയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ടാളാ. അതിന് ഞാൻ വല്ല ഓട്ടകൊന്നല്ല വെള്ളം സ്റ്റോക്ക് ചെയ്യാന്. ഏതായാലും ഇജ്ജ് മരുമക്കൾക്ക് തോറ്റു കൊടുക്കണ്ട. ഒരു മന്ന പെണ്ണുങ്ങളാണ്, അത്ര ബമ്പ് പാടില്ല. ഇനി ഞാനും കണ്ടിട്ടുണ്ട് ഒരു പണി. ഇജ്ജി പറഞ്ഞ മാതിരി ഒരു പൊടി തൂക്കം ഞാൻ വിട്ടു കൊടുക്കൂല. എനിക്ക് ഈ പറഞ്ഞു തരുന്നത് ഞാനാണെന്ന് ആരോടും പറയരുതേ. അതെങ്ങനെ ഞാൻ പറയോ? അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇജ്ജ് പറയില്ല, അത് എനിക്കറിയില്ലേ. എനിക്കിതൊക്കെ പറഞ്ഞു തരാം നല്ലൊരു സ്നേഹം ഇജ്ജെന്നുള്ളൂ. കരയല്ല വാപ്പോ, അത് കാണാനുള്ളൊരു മനക്കത്ത് എനിക്കില്ല. ഇജ്ജ് സമാധാനപ്പെടണം. സമയം കൊറായി, ഞാൻ പോട്ടെന്നാല്. ശരി, എന്നാല് നമുക്ക് നാളെ കാണാം. എന്താ കോയ കുട്ടി ഒറ്റക്കിരുന്ന് ചിരിക്കുന്നത്? ഒന്നുമില്ല കോയപ്പോ, ഞാൻ ആ ബാപ്പുവിന്റെ കഥ ആലോചിച്ച് ചിരിച്ചത്. ചിരിച്ച് മണ്ണപ്പാണ്ടത്. ആ തന്തക്ക് മരുമക്കളെ കുറ്റം പറഞ്ഞെടുക്കല്ലാതെ വേറെ ഒരു പണിയില്ലല്ലോ. കേൾക്കാൻ ഭയങ്കര രസമാണ് കോയപ്പോ. എന്തിനാ ആ തന്തനെ ചൂടാക്കണേ? ആ തന്തക്കോ വിരാന്ത്, അതിലും വലിയ വിരാന്ത് അരക്കായാലും എന്താ ചെയ്യാ? ആ മരുമക്കൾ ചെങ്ങായിനെ അടിച്ചിറക്കി വിടും. അത് കൂടുതൽ വൈകാതെ ഉണ്ടാവും. കാരണം അതിനുള്ള പണിയാണല്ലോ ഈ എടുക്കണത്. ഒരു കല്യാണത്തിന് ചെന്നാലും ഒരു ഹോട്ടലിൽ ചെന്നാലും ചെങ്ങായിക്ക് മരുമക്കളെ കുറ്റം പറയാനേ നേരമുള്ളൂ. അതുകൊണ്ട് സ്വന്തം മക്കളും വെറുത്ത് മൂപ്പരെ. എന്താ ചെയ്യാ? ഞാൻ എന്നാ പോട്ടെ. എന്നായിക്കോട്ടെ, അങ്ങനെ ആവട്ടെ. ഓക്കെ, ശരി. എന്ത് പോക്കാ വാപ്പുവാ? ഞാൻ എന്നെ കണ്ടിട്ടില്ലടാ. എന്താ ബാപ്പു ആകെ ക്ഷീണിച്ചിക്കണല്ലോ? അത് നേരത്തെ ഭക്ഷണം കിട്ടായിട്ടാണ്. അനക്ക് പള്ളർച്ച് തിന്നൂടെ ചങ്ങായി? എടാ, പള്ളർച്ച് തിന്നാൻ നല്ല പൂതിണ്ട്. മരിയക്കള് തന്നാലല്ലേ തിന്നാൻ പറ്റുള്ളൂ. എന്താ എൻ്റെ ഒരു വിധി? ഇങ്ങനത്തെ മരുമക്കളെ തരല്ലാത്ത തോക്കേറ്റ് വെടി വെക്കണം. അത് വേണ്ട, ഞാൻ ഉള്ളിൽ പോയി കിടക്കേണ്ടി വരും.
ഇത്ര കവായതേ ഉള്ളൂ. ഇജ്ജ് എന്താ പറഞ്ഞ് മനസ്സിലായില്ല? ഒന്നും പറഞ്ഞിട്ടില്ല വാപ്പോ. അനക്ക് കേക്കടാ, എന്നാൽ അയക്കുറന്ന് പോച്ചത് ഒരു കഷ്ണം എനിക്ക് തന്നില്ല. അങ്ങനത്തെ മരക്കളാ വാപ്പോ. അനക്ക് പൊരിച്ച ആയിക്കോറല്ലേ വേണ്ടത്. ജിന്റെ പണ്ട് വാ, ഞാൻ എനിക്ക് മേടിച്ചു തരാം. എടേ, ഒരു ഗ്ലാസ് ചായ കൊടുത്താല്. ചൂടുള്ള ചായ പൊട്ടി ചുണ്ട് തോന്നിപ്പോ. ആദ്യത്തെ പിടിച്ചാ പറഞ്ഞിട്ടില്ല. എന്റെ ഗ്ലാസ് വലിച്ചെറിഞ്ഞ് ബാപ്പാക്ക് കൊണ്ടുകൊടുത്ത ചായ ശരി താനെ ചൂടുള്ള ചായ. കുറെ കാലായിട്ട് ബാബാനെ പറിച്ചു തുടങ്ങിയിട്ട്. എടി ഞാൻ കാണിച്ചു തരാം എവിടാ ബടി. തങ്ക പോയത് എന്റെ കാച്ചിലങ്കാരി കിട്ടിയ താച്ചി ഞാൻ കൊല്ലു. എവിടുന്ന ഒരു ശബ്ദം കേൾക്കണേ? ഞാൻ മോളിലാണ്, മോൾക്ക് നോക്ക്. നരമ്പിട്ടൊക്കെ പൊന്താന്ന് പറഞ്ഞാ ഇങ്ങോട്ട് ഇറങ്ങു വാപ്പോ, ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ ഇറങ്ങൂല. ഇങ്ങോട്ട് ഇറങ്ങ് വാപ്പോ, പരിഹാരം നമുക്ക് കാണാം. ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ ഇറങ്ങിയാൽ ഇന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏൽക്കുവോ? ഇങ്ങോട്ട് ഇറങ്ങിക്കോ, എന്റെ തടിക്കൊന്നും പറ്റൂല. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റോളാം. ഇങ്ങോട്ട് ഇറങ്ങിച്ചോ. എന്നാ ഞാൻ ഇറങ്ങി വരാം. മരോൾ കൊല്ലാൻ വന്നപ്പോ ഞാൻ മരത്തിനോട് കയറ്റിയതാ. കൊല്ലാനോ? എത്ര ഇജ്ജിപ്പ ഈ പറയണത്? ഞാൻ എന്താ പറഞ്ഞ് കാട്ടുക?
മരുമക്കളെ കുറ്റം പറയാതിരിക്കുക, മരുമക്കളെ സ്നേഹിക്കുക, നല്ലൊരു അമ്മോസനാവുക.